അല്ല, യു ഡി എഫ് ആ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ. അതിപ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ, പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്ത് വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം. അൻവർ എന്ന് മാത്രമല്ല, കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അവിടെ പരാജയപ്പെട്ട 2 സ്ഥാനാർത്ഥികളും സംശയിക്കുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പിക്കുണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ്. അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കാരണത്താൽ തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല, ഭരണകക്ഷി നേതാക്കൾ മുഴുവൻ തുടരെ രംഗത്ത് വന്ന് ആരോപണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും ഗൗരവമല്ലാത്തതില്ല. അതിപ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. ഭരണകക്ഷി പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. ശരി തന്നെയാണ്, അസാധാരണമായ സംഭവമാണല്ലോ. അസാധാരണമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ, അതേപോലെ തന്നെ കൂടെയുള്ള ആര് പറഞ്ഞിട്ടും അവർ പിന്നെയും ഗവൺമെൻറ് പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും അവർ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് തുടർ പ്രക്ഷോഭം നടത്തേണ്ടി വരും. ക്യാമ്പയിൻ നടത്തും. ജനങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ ഒരു തരവുമില്ല.